കൂപ്പൺ എഴുതിയപ്പോൾ ഇങ്ങനൊരു സമ്മാനം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓണക്കോടി എടുക്കാൻ പോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വടനകുറിശ്ശിയിൽ നിന്നാണ് പോണത്. ഇവിടേക്ക് വന്ന സമയത്ത് നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യണത്. ശരിക്കും ഇത് ജൂലൈയിൽ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ജൂലൈ ലാസ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അത് ഒപ്പം തന്നെ ഇവിടെ ഓണം കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പട്ടാമ്പി സാമിയാണ്. ഇവിടേക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി. ഓണം എന്ന് പറയുമ്പോൾ തന്നെ പുതിയ ഡ്രസ്സ്, അത് എല്ലാവരും കൂടി പോയിട്ട് ഇങ്ങനെ എടുക്കുക, അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഓണസമയത്തൊക്കെ കടകളിൽ ഭയങ്കര തിരക്കായിരിക്കില്ലേ. പക്ഷേ ഞങ്ങൾ തിരക്കിൻ്റെയൊക്കെ മുന്നേ വന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നല്ല സുഖമായിട്ട് ഡ്രസ്സുകളൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കുമായിരുന്നു. കൂടുതലൊന്നും എടുക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാഫ് എൻ്റെ അമ്മയുടെ കൂടെ മുന്നേ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ അമ്മ വർത്തമാനം പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ സമാധാനപരമായിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തു. മക്കൾക്ക് ഉള്ള ഡ്രസ്സ് അല്ലാതെ, അതായത് ഉടുപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും നല്ലൊരു മോഡൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള സാധനം മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഞങ്ങൾ അവസാനം അങ്ങനെ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് ഈ ഒരു തവണ ഡ്രസ്സ് എടുത്ത സമയത്ത് ഞങ്ങൾക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എഴുതിയിട്ടിട്ട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നിട്ട് ഞാൻ ആ പ്രൈസ് വാങ്ങിക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിൽ അതും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണുക മുഴുവനായിട്ടും. ഇത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതെടുക്കാം. കുട്ടികൾക്കുള്ള എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നീട് ചുരിദാർ നോക്കാനായിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഡ്രസ്സുകൾക്ക്, പ്രത്യേകിച്ച് ചുരിദാറുകൾക്ക്. എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, ചുരിദാറുകൾക്കൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. ചിലത് എക്സലും ലാർജൊക്കെ സൈസ് കിട്ടും. ഇത് പക്ഷെ ഇവിടെ കിട്ടിയോ, ഇതിൻ്റെ ഇവിടെ കിട്ടിയോ. അപ്പം ലെഗ് കുട്ടിയല്ലോ. ഇത് നമ്മൾ വെട്ടിയെടുത്താൽ മതി. നടക്കാശ്ശേരി 800 എല്ലാവരും ചെറുപ്പക്കാർ ബീക്കഴിച്ചുണ്ടോ വേണ്ട കഴിച്ചോ. ഇത് വേറെ കളർ ഏതല്ലേ, ഈ കളറ് വേറെ ഇല്ല. ഓരോന്നും ഓരോ ഇത് ഏതായാലും മാറ്റിയേക്കണോ.
ഇട്ട് നോക്കി പോകുന്നു രണ്ടെണ്ണം. ഓപ്പൺ അതിൻ്റെ തന്നെ ഒരു റോസ് ഉണ്ട്. കണ്ണാടിയിലോ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു 500-ന് മുകളിൽ 1000-ൻ്റെ ഉള്ളിലായിട്ട് നല്ല 3 പീസുകളുണ്ട് കേട്ടോ. നല്ല കളറുകളിലും നല്ല ഭംഗിയിലൊക്കെ വരുന്ന നല്ല 3 പീസുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഓരോന്നായിരുന്നു കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. 600, 700, 800 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ആ ബ്ലൂ ഒക്കെ ഉണ്ടോ? അത് വലിയ സൈസാണ്. കുറേ തെരഞ്ഞ് പിന്നെ ഒടുവിൽ ഇഷ്ടപ്പെട്ടിട്ട് ഒന്നങ്ങോട്ട് എടുത്തു. എന്നിട്ട് പിന്നെ ബില്ലൊക്കെ അടിക്കണ സമയത്ത് അവരൊരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂപ്പൺ എഴുതിയിട്ടു. ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ഇതിവിടെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂപ്പണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കൂപ്പണൊക്കെ ഒന്ന് എഴുതിയിട്ടു. എഴുതിയിരുന്ന സമയത്ത് ഒന്നും കിട്ടുന്ന പ്രതീക്ഷ ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. പിന്നീടാണ് ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെങ്കിലും ചെറിയൊരു സമ്മാനമാണെങ്കിലും സന്തോഷമായി ഉണ്ടായിരുന്നു കേട്ടോ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ഡ്രസ്സ് എടുത്ത ക്ഷീണം മാറാനായിട്ട് ഒരു കടയിൽ കയറിയിട്ട് ചെറുതായിട്ട് ചായയും പപ്സും അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ഇത് അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു കേട്ടോ. ഇത് പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ആ സമ്മാനം വാങ്ങാനായിട്ട് ചെന്നപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ.
എന്താണതെന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അതൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് പാട്ട് വയ്ക്കുന്ന ഒരു സ്പീക്കറായിരുന്നു. അപ്പം അങ്ങനെ സന്തോഷമായി എന്തായാലും കിട്ടിയതിൽ. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനിയും ഓണം ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.